folks, it's me Aranjiti. So welcome back to my YouTube channel. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഒരുപാട് കല്യാണങ്ങളാണ് ഈ അടുത്തുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കല്യാണം സീരീസ് വ്ലോഗ് ആയിട്ട് ചെയ്യാം എന്നുള്ള കേട്ടോ, 2 പാർട്ടായിട്ട്. നമ്മുടെ ഇന്നത്തെ ഇൻട്രോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഞാൻ ഹായ് ഫോക്സ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. എപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഹലോ ഗൈസ് എന്നുള്ള ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ആ ടേം യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിച്ചാലോ, ഇൻട്രോയിലൊന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള അങ്ങനെ കുറച്ച് ഗൂഗിൾ ചെയ്ത് സിനോണിംസ് ഒക്കെ നോക്കിയിട്ടാണ് ആളുകൾ എന്നുള്ളതിന് ഫോക്സ് എന്നുള്ള മീനിങ്ങുള്ള ആ ടേം എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, എന്റെ ഏറ്റവും ഫേവറേറ്റ് യൂട്യൂബർ ആയിട്ടുള്ള വൈ വിത്ത് റവീന എന്നുള്ള ആ ചേച്ചി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോക്സ് എന്നുള്ള ടേം ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അവരുടെ സംസാരവും അവതരണവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മാരേജ് സീരീസ് അല്ലെങ്കിൽ കല്യാണ വ്ലോഗ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പല കല്യാണങ്ങൾ മിക്സ് ആക്കിയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഉള്ള കല്യാണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിലാണ്. ചെറിയമ്മയുടെ ആങ്ങളുടെ മോളെ കല്യാണമാണ് കേട്ടോ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും കൂടിയാണ് നമ്മൾ പോകുന്നത്. അമ്മയുടെ വീട് കുരിക്കരമ്പാടാണ്. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി നേരെ കിച്ചണിലേക്കാണ് കയറിയിട്ടുള്ളത്. അമ്മച്ചൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പൊ ചേച്ചി ഒന്നും നോക്കിയില്ല, നേരെ വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ടോ. ഇതാണ് അമ്മയുടെ ചെക്കൻ, ഗോകുൽദാസ് ആണ്. അമ്മ അവിടെ നിന്ന് ഒരു ലോഡ് മാങ്ങ വണ്ടിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. കുക്കർ ചിക്കൻ. അങ്ങനെ ചിക്കനും കൂട്ടി പൊറാട്ടി നിന്ന് കുറച്ചേരത്തെ ബെഡിൽ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. റൂമിലെ ലൈറ്റ് മഞ്ഞ ലൈറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞിച്ചുകൊണ്ടിരിക്കുന്നത്. പൊറാട്ട തന്നിട്ട് വിശപ്പിന് ശമനമില്ലാത്തതുകൊണ്ട് അമ്മ ലോഡ് ഇറക്കിയ നല്ല 4 കിടുക്കാച്ചി മധുരമുള്ള നാടൻമാങ്ങ എടുത്തു കേട്ടോ. നാടൻമാങ്ങിന്റെ ഒരു വീക്ക്നെസ് ആണ് ഗൈസ്, അതിങ്ങനെ നല്ലോണം തോട് കളഞ്ഞ് കടിച്ച് ഇമ്പി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് നല്ല മധുരമുള്ള മാങ്ങയാവുമ്പോൾ. അതിന്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് 2 നെക്ലേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും എനിക്കും സർപ്രൈസ് ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരുന്നത് കേട്ടോ. ചേച്ചിക്കും എനിക്ക് മാത്രം വാങ്ങിയതുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങാത്തതുകൊണ്ട് അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്നാലും ചേച്ചി നമ്മുടെ മാലയൊന്ന് അണിഞ്ഞു നോക്കിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. സാരിയിലേക്ക്, പട്ടുപാടയിലേക്ക്, അതുപോലെ നമ്മുടെ ഹൈനെക്കുള്ള ചുരിദാറിലേക്ക്, നല്ല കോട്ടൺ സിൽക്കിന്റെ കുർത്തീസിലേക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോക്കർ പോലെ നിൽക്കുന്ന ഒരു മാലയാണ്. അതുപോലെ തന്നെ അതിന്റെ സ്റ്റെഡും ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി, ചേച്ചിക്കും ഇഷ്ടമായി. ഇതിലേതാ വേണ്ട വെച്ചാൽ രണ്ടാളിൽ ഒരാൾ ഡിസൈഡ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞേ. രണ്ടാമത്തെ മാല അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കിടുന്നായിരുന്നു. പക്ഷെ അത് ഫുള്ള് ഗോൾഡ് ആയിരുന്നു. അപ്പൊ സാരിയിലേക്കാവും മാച്ച്. എന്തായാലും ആർക്ക് കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മാത്രമേ ഇടാറുള്ളൂ. അച്ഛൻ സർപ്രൈസ് ആയി ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ മാല നെക്ലേസ് നോക്കൂ ഗൈസ്, എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ആ അച്ഛൻ ഇതൊക്കെ ഓർഡർ ചെയ്ത്? സാരിക്കൊക്കെ സൂപ്പർ ആയിരിക്കും. ഇപ്പൊ ഈ കെട്ടിറങ്ങി പോകണം നമ്മുടെ കല്യാണ വീട്ടിലേക്കാണ്. കല്യാണ തലേന്ന് കല്യാണ വീട്ടിൽ പോകണമല്ലോ. മാത്രമല്ല ചേച്ചിയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്, അതുകൊണ്ട് അവർക്ക് സാരി വാങ്ങാനുണ്ട്, പ്ലീറ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെയോ തേങ്ങാക്കൊല ചെയ്യാനുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ഗോകുൽദാസും കൂടെ പോവാണേ. ചെറിയമ്മയുടെ അമ്മയുടെ വീട് തൊട്ടടുത്തടുത്തായതുകൊണ്ട് കുറച്ച് നടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി മഞ്ഞിച്ചുകൊണ്ട് ലംഘി മറിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആളടിച്ച ചുരിദാറാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്താനായി. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. തലേന്ന് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമ്മളൊരു ബന്ധത്തിന്റെ പുറത്ത് പോയതാണ് കേട്ടോ. തിരുമാന്താംകുന്ന് ടെമ്പിളിൽ വെച്ചിട്ടാണ് നാളെ കല്യാണം. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ. അരുണിമ എന്നാണ് ആളുടെ പേര് കേട്ടോ. ആളതി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചപ്പോ ചേച്ചി ഞാനും കൂടെ ഒരു ഇലയിൽ ഇരുന്നു കേട്ടോ. ഒരുമുണ്ടെങ്കിൽ ഒലയ്ക്കുമേലും കിടക്കാം എന്നാണല്ലോ. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പപ്പിക്കുട്ടിയെ കുറച്ചേരം കൊഞ്ചിച്ചതേ അതിനോട് എന്തൊക്കെയോ പറഞ്ഞു പോന്നുട്ടോ നമ്മൾ അവിടുന്ന്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേക്കുന്നതാണ് ഈ കാഴ്ച. വളരെ മനോഹരമായ കൂട്ടുവായിടലാണല്ലേ. കുറച്ചേരം അവിടെ കിടന്ന് നിന്നേ വേഗം നീച്ച് കുളിച്ച് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. നമുക്ക് സമയം വൈകുന്നുണ്ട്. നേരത്തെ അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ്. അങ്ങനെ ഞാനതേ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായി എന്ന് ഞാൻ തന്നെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളതേ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഗോപിയെ കല്യാണത്തിന് പോകുന്നില്ല കേട്ടോ. ആളെന്നെ എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊരു വീട്ടിലിട്ടൊരു വേഷത്തിലായിരുന്നു നിന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയെ കൊടുത്ത ഈ സാരിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. മറന്നു വെച്ച സാരിയായിരുന്നു ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെ ഒരുങ്ങിയാലും കാണാൻ കൊള്ളില്ലാത്ത ഏറ്റവും വലിയ സാധനം എന്റെ ഹെയർ ആണ്. എനിക്ക് ഹെയർ സ്റ്റൈൽ അറിയില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അനിയത്തിയാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അറിയില്ല. അല്ല വീഡിയോ.
അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവരുടെ കസിൻസിന്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് സെറ്റ് സാരിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ദേ ബസ്സിന്റെ അടുത്തേക്ക് ജാത്താ ഹോ വിത്ത് ചെറിയമ്മ. അങ്ങനെ നമ്മളിതേ ബസ്സിൽ കയറിയിട്ടോ. അഞ്ചുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വൈറലാവുമോന്നൊക്കെ കേട്ടോ. ആളെ എപ്പോഴെങ്കിലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഡോക്ടർ കുട്ടിയാണേ. അങ്ങനെ നമ്മളിതേ നമ്മുടെ തിരുമാന്താംകുന്ന് അമ്പലത്തിൽ എത്തിയിട്ടുണ്ടോ. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുമ്പോൾ 2 തവണ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടും 2 തവണയും തൊഴാതെ ഇറങ്ങാനായിരുന്നു എന്റെ വിധി ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിതേ മേലേക്ക് കയറി ചെല്ലാൻ കേട്ടോ. ഒഴിവ് ദിവസമായിരുന്നു, പിന്നെ കല്യാണത്തിന് നല്ല മുഹൂർത്തമുള്ള ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പടികൾ കയറി കയറി കുഴങ്ങിയ അവസാനം നമ്മൾ ഇതേ മേലെ എത്തിയിട്ടോ. നമ്മുടെ മുഹൂർത്തമായിട്ടുണ്ടായിരുന്നു. കുറച്ചെങ്കിലും കാണാമല്ലോ എന്ന് വന്ന് ഇവിടെ വന്ന് നിന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ കാണാൻ പറ്റിയത് ക്യാമറാമാൻമാരെ ബാക്കും കാര്യങ്ങളാണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഡ്യൂട്ടി അവർ ശക്തമായും ഭയങ്കര മനോഹരമായും ചെയ്യണമല്ലോ. ഭാഗ്യത്തിന് ദേ ഈ ക്ലിപ്സ് മാത്രം എനിക്ക് കിട്ടി. പിന്നെ ദേ കുടുംബക്കാരുടെയും ഫോട്ടോഗ്രാഫേഴ്സിന്റെയും വീഡിയോ എടുക്കുന്ന ആളുകളുടെയൊക്കെ എണ്ണം മെല്ലെ മെല്ലെ കൂടി അവരുടെ ബാക്ക് മാത്രമായി കാണല്. അപ്പൊ ഞാൻ നൈസായിട്ട് അവിടുന്ന് മുങ്ങിട്ടോ. അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഞാൻ മെല്ലെ പോന്ന് താഴേക്ക് ഇറങ്ങിട്ടോ. താഴേക്ക് ഇറങ്ങിയ ഒരു ഷോപ്പ് കയറിയിട്ട് ഒരു കുഞ്ഞു നിലവിളക്ക് വീട്ടിലേക്ക് വേണ്ടി വാങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. നല്ല ഒന്നാം തരം അടിപൊളി സദ്യയായിരുന്നു. പായസം രസമൊക്കെ ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നേരെ ദേ ഞാൻ അച്ഛൻ്റെ കൂടെ പോകുന്നു കേട്ടോ. കാരണം എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അമ്മയും ചേച്ചിയൊക്കെ ദേ റിസപ്ഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.